അമ്പിളി ചേച്ചിയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്ക്. അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന ചേച്ചിക്ക് വിഷമാവും. നീ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ലേ അമ്പിളി? ഇനി നിനക്ക് വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ നിന്നോട് എനിക്ക് ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഉണ്ടായിട്ടല്ല. ആരോടും മനസ്സിൽ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ശീലവും എനിക്കില്ല അമ്പിളി. പ്രത്യേകിച്ച് എന്റെ മക്കളോട്. ഞാൻ നിന്നോട് അകൽച്ച കാണിക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ അകൽച്ച. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും എവിടെയോ നിനക്ക് കൈവിട്ടു പോയതിന്റെ കുറ്റബോധം. അത് ഞാനേ അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു പോയി. പഞ്ചരഥത്തിൽ വെച്ച് രഘുവേട്ടനോടൊപ്പം മദ്യപിച്ച് കൂത്താടി. ലച്ചുമോളെ പോലും മറന്ന് ബോധം കെട്ട് കിടന്നു. പക്ഷെ ഞാനിത് ചെയ്തതേ അച്ഛനെ മറന്നതുകൊണ്ടോ അച്ഛനെ തോൽപ്പിക്കാനോ അല്ല. ഭർത്താവിനോടൊപ്പം ലഹരിയിൽ ആറാടി സുഖിക്കാനും അല്ല. അച്ഛ അത് രഘുവേട്ടനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അങ്ങനെങ്കിലും ആ മനുഷ്യൻ മദ്യപാനം നിർത്തുന്നെങ്കിൽ നിർത്തട്ടെ എന്ന് കരുതി. അച്ഛ അതിന് ഞാൻ ജയിക്കുകയും ചെയ്തില്ലേ അച്ഛ. അച്ഛന്റെ മരുമകൻ മദ്യപാനം നിർത്തിയില്ലേ? നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയില്ലേ? എന്നിട്ടും അച്ഛൻ എന്നോടൊന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചേച്ചി ചേച്ചി അച്ഛന് ചേച്ചിയോട് ഒരു ദേഷ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ചേച്ചിയുടെ തോന്നലാ. ഒരു തോന്നലും ഇല്ല അനു. അച്ഛനെ ഞാന് നിങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയതാ. എത്ര മറച്ചു വെച്ചാലും അച്ഛൻ എന്നോടുള്ള അനിഷ്ടം എനിക്ക് മനസ്സിലാവും അച്ഛാ. കുറെ നാളായിട്ട് ഞാനിത് സഹിക്കാം. ബാക്കിയുള്ളവരുടെയൊക്കെ തെറ്റ് അച്ഛന് ക്ഷമിക്കാം. വേറൊരു പെണ്ണിന്റെ പുറകെ നടന്ന് രഘുവേട്ടനോട് പോലെ അച്ഛൻ ക്ഷമിച്ചില്ലേ? ചേച്ചി ഞാൻ മാത്രം അച്ഛന്റെ കണ്ണിൽ കരടായിട്ടുള്ളൂ ഇപ്പോ. ഞാൻ മാത്രം. ചേച്ചി നീ വെറുതെ കാട് കയറുക. ഇതിനൊന്നും ആവശ്യമില്ല. എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട് അച്ഛാ. ഇല്ലെങ്കിലേ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോവും. അച്ഛന്റെ മക്കളിൽ അച്ഛൻ ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ജീവിച്ചതേ ഞാനും ഈ അനുവും മാത്ര. ചേച്ചി എന്നിട്ട് അച്ഛൻ ഏറ്റവും ഇഷ്ടം അച്ഛനെ കണ്ണീര് കുടിപ്പിച്ച ആ ബാക്കി 3 മക്കളോടുവാ. മോളെ ഏറ്റവും വെറുപ്പ് എന്നോടും. മോളെ അമ്പിളി, നീ എന്തൊക്കെയാ പറയുന്നു? 5 മക്കളെ ഒറ്റ മനസ്സോടെ കണ്ട ആളാ നിങ്ങളുടെ അച്ഛൻ. പിന്നെങ്ങനാ മൂത്ത മകളായി നിന്നെ അച്ഛൻ വെറുക്കുന്നത്? അച്ഛനെ നിർത്തിക്കൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ. അവള് പറയട്ടെ ഭാനുമേ, എന്നെ കുറിച്ച് പറയാനുള്ള ഒക്കെ അവള് പറയട്ടെ. പക്ഷെ ഒരു കാര്യം, നീ നിന്നെ സ്വയം ന്യായീകരിക്കുന്നതിനിടയില് എന്റെ ബാക്കിയുള്ള മക്കളെ കുറ്റപ്പെടുത്തരുത്. അവരെന്ത് പേരുദോഷം എനിക്ക് ഉണ്ടാക്കിയത് അമ്പിളി? പറ. പ്രായത്തിൻ്റെതായ പിഴവുകളൊക്കെ ആർക്കും പറ്റും. അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി കൂടപ്പിറപ്പുകളെ നീ അവഹേളിക്കരുത്. അത് ഞാൻ സഹിക്കയില്ല. ചേച്ചി ചേച്ചി അവരെ കുറിച്ച് പറയുമ്പോ അച്ഛനെ സഹിക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ ഈ അമ്പിളി ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും പറയാം. എന്നാലേ എന്റെ അച്ഛനൊരു കാര്യം കേട്ടോ. അച്ഛന്റെ ഇളയ മക്കളെ കുറിച്ച് അച്ഛൻ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. പല കാര്യങ്ങളും. അതൊക്കെ അച്ഛൻ അറിയാതെ മൂടി വെച്ചതേ ഈ ഞാനും കൂടിയാ. അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു.
ചേച്ചി സത്യല്ലേ അനു ഞാൻ പറഞ്ഞത്? സത്യല്ലേ? പലതും നിനക്ക് വഴി അറിയാവുന്നതല്ലേ? നമ്മുടെ അച്ഛന് പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ രഘുവേട്ടനും ഞാനും നീയും കൂടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു അനു. എന്നിട്ടും എന്റെ അച്ഛന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലാതായി പോയില്ലേ മോളെ?